നമസ്കാരം. ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ ഈ സീരീസിലെ 5ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. കഴിഞ്ഞ മാസം ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് വന്നുകൊണ്ടാണ് ഈ 5ാമത്തെ വീഡിയോ ഇത്രയും താമസിക്കാൻ കാരണം കേട്ടോ. ആദ്യമായിട്ട് ഈ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ 1, 2, 3, 4 വീഡിയോസ് ഉണ്ട് ഇതിനു മുമ്പായിട്ട്. അതെല്ലാം കണ്ടിട്ട് ഈ വീഡിയോസ് കാണാനുള്ളത്. അതിനകത്തെല്ലാം കളർ കൂട്ടുന്നതും അതിൻ്റെ ഷെയ്ഡ് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്കർട്ടിൻ്റെ ഭാഗമല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, അതിൽ കുറച്ചുകൂടി ഫിനിഷ് ആകാനുണ്ട്. കുറച്ചുകൂടി ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ടേ ഞാൻ പെർഷ്യൻ ബ്ലൂ ഡയറക്റ്റായിട്ട് വെക്കുക കേട്ടോ. ആ ചുളുക്കൊക്കെ കാണുന്ന കൂടുതൽ ഡെപ്തുള്ള സ്ഥലങ്ങൾ അവിടെ അങ്ങനെ നമ്മൾ ആ ഡെപ്ത് അങ്ങനെ കൊടുത്താൽ മാത്രമേ ഒരു 3D എഫക്റ്റ് അവിടെ കിട്ടത്തുള്ളൂ ചിത്രത്തിന്. ഇതിൽ ആകെ ഫ്ലാറ്റായിട്ട് കിടക്കും. അപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു തുണി എടുത്തിട്ട് ചുളുക്കൊക്കെ നോക്കിയിട്ട് ആ ചുളുക്ക് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ തന്നെയാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 000 ബ്രഷാണ് കേട്ടോ. പിന്നെ ഒരു നിഴലൊക്കെ നമുക്കിവിടെ പതുക്കെ വരച്ചു കൊടുക്കാം. കൈയുടെ നിഴൽ വീഴുന്നുണ്ട്, മുകളിൽ നിന്നുള്ള തുണിയുടെ നിഴലും താഴെ വീഴുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഡെപ്ത് കൂട്ടി കൊടുക്കാം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെറ്റ് ഓൺ വെറ്റ് എന്ന് പറഞ്ഞ സ്റ്റൈലായതുകൊണ്ട് എത്ര ഡെപ്ത് വെച്ചാലും കാണത്തില്ല. അതാണ് രണ്ടാമത് വെക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഡയറക്റ്റായിട്ട് ട്യൂബിൽ നിന്ന് തന്നെ വെക്കേണ്ടി വരും. ഇത് ഞാൻ പെർഷ്യൻ ബ്ലൂ ഡയറക്റ്റല്ലേ വെക്കുന്നത്. വേണമെങ്കിൽ വെച്ചാൽ കുറച്ച് ബ്ലാക്ക് ഡി ചേർത്ത് വെക്കാം. അപ്പോൾ നല്ല ഡെപ്ത് കിട്ടും. ഈ തുണിയൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ഏതെങ്കിലും ഒരു തുണി എടുത്ത് ഇതുപോലെ തന്നെ ചുളുക്ക് ഇട്ടിട്ട് അതൊന്ന് നോക്കി നല്ലപോലെ സ്റ്റഡി ചെയ്യണം. എന്നുവെച്ചാൽ എവിടെയാണ് ആ തുണിയുടെ ഒരു സ്വഭാവമുണ്ടല്ലോ, ഒരു ചുളുങ്ങിയൊരു തുണിയുടെ, അത് നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കണം. അപ്പോൾ എൻ്റെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്ന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. സാധിച്ചിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്തേരും. ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന മുട്ടിൻ്റെ ഭാഗമല്ലേ, അപ്പം മുട്ട് ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന പോലെ നമുക്കത് തിരിഞ്ഞ് കിട്ടണം താഴേക്ക്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗ്രീനും കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. എന്നുവെച്ചാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ തുണി ഇങ്ങനെ പുറകോട്ട് കിടക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഓയിൽ പെയിൻറ്റിങ്ങിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ, ആദ്യം നമ്മൾ ഡെപ്ത് വെക്കും. ഡെപ്ത് കളറ് എന്നുവെച്ചാൽ പെർഷ്യൻ ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ലൈറ്റ് കളറിലേക്ക് വരുന്നത്. അതാണ് ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ രീതി. തിരിച്ചും ചെയ്യാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. തിരിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഡെപ്ത് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ 2-3 തവണയൊക്കെ ചെയ്യേണ്ടി വരും, ഇത്രേ ഉള്ളൂ.
ഇവിടെ ഞാൻ കുറച്ച് ലിൻസിഡ് ഓയിൽ ചേർത്തിട്ടാണ് ശകലം ഒന്ന് ലൈറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു വാട്ടർ കളർ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് വരുന്ന സൈഡിൽ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ വാട്ടർ കളർ രീതി ചെയ്തപ്പം നമ്മൾ നോക്കുന്ന ഡെപ്ത് ഒക്കെ അങ്ങ് അലിഞ്ഞങ്ങ് കാണാതായി പോവുകയാണ്. അപ്പം 2-3 തവണയൊക്കെ വെക്കേണ്ടി വരും. ഇപ്പോൾ ഡയറക്റ്റ് പെർഷ്യൻ ബ്ലൂ ഞാൻ ഈ ചുളുവിൻ്റെ ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഗ്രീൻ ചേർത്തിട്ടില്ല. ഗ്രീൻ ഗ്രീനും വൈറ്റും ചേർക്കുന്നത് ലൈറ്റ് എവിടെയെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ അവിടെ മാത്രമേ ഗ്രീനും വൈറ്റും ചേർത്ത് ലൈറ്റ് ആക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ഇത്ര ഡെപ്ത് വെച്ചിട്ടും കാണുന്നില്ല എന്നിട്ടോ. അപ്പോൾ ഞാൻ പെർഷ്യൻ ബ്ലൂവിൻ്റെ ശകലം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും തീരെ അങ്ങോട്ട് കാണുന്നില്ല. അങ്ങ് ലയിച്ചു പോകില്ല മറ്റേ കളറിലേക്ക്. അത് ഈ വെറ്റ് നമ്മൾ വാട്ടർ കളർ സ്റ്റൈലിലൊക്കെ ചെയ്താലുള്ള കുഴപ്പം ഇതാണ്.
ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കിയപ്പോൾ ഒരു ഗ്രീൻ കളർ കുറച്ച് കുറഞ്ഞുകൊണ്ട് ഞാൻ യെല്ലോയും ബ്ലൂവും കൂടി ചേർത്ത് ഒരു ഗ്രീൻ കളർ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. കളർ ഇച്ചിരി കുറഞ്ഞു പോയെന്ന് തോന്നുന്നു എനിക്ക് സൈഡിൽ. ഇപ്പോഴാണ് ഞാൻ വിചാരിച്ച ആ ഡെപ്ത് അവിടെ കിട്ടിയ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിൽ അത്രയും ഡെപ്ത് വരുമ്പോൾ ഫ്രണ്ടിലോട്ടും കുറച്ച് ഡെപ്ത് വരണം. അത് ഞാൻ ഫ്രണ്ടിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു കുഷ്യനുണ്ട്, ഒരു വെൽവെറ്റ് കുഷ്യൻ റെഡ് കളറുള്ളത്. അപ്പം അതിൻ്റെ കളർ ഞാനൊന്ന് ഏകദേശം ഒന്ന് ചെയ്ത് നോക്കുകയാണ് ശരിയാവുന്നുണ്ടോയെന്ന്. ഇതിൽ ക്രിംസണും പിന്നെ അതിൽ കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് കൊടുത്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു കുഷ്യനുണ്ട്, ഒരു വെൽവെറ്റ് കുഷ്യൻ റെഡ് കളറുള്ളത്. അപ്പം അതിൻ്റെ കളർ ഞാനൊന്ന് ഏകദേശം ഒന്ന് ചെയ്ത് നോക്കുകയാണ് ശരിയാവുന്നുണ്ടോയെന്ന്. ഇതിൽ ക്രിംസണും പിന്നെ അതിൽ കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് കൊടുത്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം ആ ക്രിംസണും വൈറ്റും കൂടി ചേർത്ത് ഞാൻ പെൻസിൽ കൊണ്ട് കുറേ ഡെപ്തുകളും വരകളും ഒക്കെ വരകളെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറിൻ്റെ വ്യത്യാസം വരുന്ന ഏരിയാസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് ഞാനിപ്പം ഇങ്ങനെ പെയിൻറ്റ് കൊണ്ട് വേർതിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ഡെപ്ത് കൂടിയ സ്ഥലത്ത് ഡയറക്റ്റ് ക്രിംസൺ വെക്കത്തില്ല, കുറച്ചൊന്ന് വൈറ്റ് ചേർത്തിട്ട് വെക്കും. അല്ലാത്ത സ്ഥലത്തൊക്കെ ഈ മുകളിൽ നിന്ന് വെട്ടൊടിക്കുന്നുണ്ടല്ലോ, അവിടെയൊക്കെ വൈറ്റ് ചേർത്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെൽവെറ്റ് കുഷ്യനൊക്കെ വരയ്ക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ സ്പീഡിൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇപ്പോൾ ഞാൻ കുറച്ച് ബ്ലാക്ക് ക്രിംസൻ്റെ ഇതിനകത്ത് കളറിലേക്ക് മിക്സ് ചെയ്തിട്ട് ഡെപ്ത് എല്ലാം മാർക്ക് ചെയ്യാൻ പോകണേ. ഈ ഇപ്പം ചേർത്തതിൻ്റെ കൂടെ കുറച്ച് ഒരു വയലറ്റ് ഷെയ്ഡ് കൂടി കൊണ്ടുവരണം. അതിനായിട്ട് ഞാൻ ഒരു പെർഷ്യൻ ബ്ലൂ ഉണ്ടല്ലോ, അതും കൂടി ഇപ്പം നേരത്തെ കൂട്ടിയ കളറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ക്രിംസൺ ചെറിയൊരു ബ്ലാക്ക് കൂടി ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു വയലറ്റ് ഷെയ്ഡ് കൂടെ വരും. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്നത് കൈ കുത്തിരിക്കുന്ന ഭാഗത്തിൻ്റെ അവിടെ ഒരു ചെറിയ ചുളുക്കൊക്കെ വരുന്നില്ലേ, നമ്മുടെ തുണിയിലേക്ക് ഒരു കുഷീനിലേക്ക് കൈ കുത്തുകയാണെങ്കിൽ അതിൻ്റെ ഭാഗത്ത് കുറേ ചുളുക്കുകളും സംഗതികളൊക്കെ വരും. അപ്പോൾ ആ ചുളുക്കുകളൊക്കെയാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് സ്പീഡിൽ ഓടിച്ചാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ, 3 ഇരട്ടി സ്പീഡിൽ ഓടിച്ചാണ് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ ചെയ്താൽ മതി. വെൽവെറ്റ് പോലത്തെ തുണിയൊക്കെ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ലൈറ്റ് ഡെപ്ത്ത്, പിന്നെ ചുളുക്കുകൾ, പിന്നെ ഈ ഒരു മിഡ് ടോൺ ഉണ്ട് രണ്ടിനും ഇടയ്ക്കുള്ള ഷെയ്ഡ്, അത് ഞാൻ ക്രിംസൺ നേരിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡെപ്ത്ത് വരാനായിട്ട് ശകലം ബ്ലാക്കും ശകലം ബ്ലൂവും കൂടി ചേർത്തിട്ട് പെർഷ്യൻ ബ്ലൂ കൂടി ചേർത്തിട്ടാണ് വെക്കുന്നത്. പിന്നെ ലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് വരികയാണെങ്കിൽ അത് പ്രത്യേകിച്ച് ഈ വെൽവെറ്റിൻ്റെ ആയതുകൊണ്ട് നല്ല ലൈറ്റ് വരുന്ന സ്ഥലത്ത് ഒരു വൈറ്റ് കളറിനടുത്തുള്ള കളർ തന്നെയായിരിക്കും. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ മീഡിയം ടോണ് ശകലം വൈറ്റ് ചേർത്തിട്ടായിരിക്കും വെക്കുന്നത്. അങ്ങനെ പല ഷെയ്ഡുകൾ ചേർത്ത് നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അരമണിക്കൂറായിട്ട് വീഡിയോ നിർത്തുകയാണേ. ഇനിയിപ്പം 6ാമത്തെ പാർട്ട് ലാസ്റ്റ് പാർട്ടാണ്. പിന്നെ എൻ്റെ ഒരു വേറെ യൂട്യൂബ് ചാനലൂടെ ഉണ്ട് കേട്ടോ. ടെക് ട്രാവൽ വിത്ത് മനോജ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.